ഇന്ത്യൻ ഓഹരി വിപണി ഇടിഞ്ഞതിൻ്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന് കാരണം വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടലാണ് ട്രംപുമായി ചേർന്നതെന്നൊക്കെ കേട്ടു. ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. എന്താ സംഭവിച്ചത്? അതായത് ഇന്ത്യൻ വിപണി താഴേക്ക് പോയത് ലോക വിപണി മൊത്തത്തിൽ പോയിരുന്നു. അതെ, ഇന്ത്യൻ വിപണിയെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക്, അതായത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയില്ലേ, അതെ, ഈ മേഖലയിൽ ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അമേരിക്കയുടെ തീരുവ കൂടുതലായിരുന്നു. ഇന്ത്യയുടേത് 26%, മറ്റേതൊക്കെ 34%, അതിൻ്റെ മുകളിൽ 40% ഒക്കെ ആയിരുന്നു. വിയറ്റ്നാമിനും മറ്റേ 34%. അപ്പോൾ വിയറ്റ്നാം പറഞ്ഞു, ഞങ്ങൾ തീരുവ 0 എന്നൊരു പ്രഖ്യാപനം നടത്തി വിയറ്റ്നാമിൻ്റെ ഉപപ്രധാനമന്ത്രി. അപ്പോഴാണ് ഇത് ഇന്ത്യക്ക്, കാരണം ഈ രാജ്യങ്ങളൊക്കെ കൂടിയിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഗുണമാവും, ഇത് ഇന്ത്യക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കാൻ കഴിയും എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ആ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് പിന്തള്ളപ്പെടും, ഇന്ത്യ മുമ്പിലേക്ക് വരും. അതിൻ്റെ ഇടയ്ക്കാണ് വിയറ്റ്നാം ഇങ്ങനൊരു പണി ഇന്ത്യക്കിട്ട് തന്നത്. പക്ഷേ അമേരിക്ക അത് നിരസിച്ചിരിക്കുകയാണ്. അങ്ങനെ 0 പരിപാടി നമുക്ക് വേണ്ട, ഞങ്ങൾ നോക്കുന്നത് വാണിജ്യ കമ്മി, കച്ചവട കമ്മിയില്ലേ, ഡെഫിസിറ്റ്, അത് ഈ രാജ്യങ്ങളൊക്കെ ഈ കയറ്റുമതിയും ഇറക്കുമതിയും കൂട്ടിക്കഴിച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കൂടുതൽ പണം കൊടുക്കാനുണ്ട്, കമ്മിയുണ്ട്, കച്ചവട കമ്മി, അത് ഇന്ത്യക്കും ഉണ്ട്. അപ്പോൾ ഈ കച്ചവട കമ്മി നികത്തി അമേരിക്കയ്ക്ക് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കച്ചവട കമ്മി വിയറ്റ്നാമുമായിട്ട് ഉള്ളത് 10.31 lakh crores ആണ്. 10 ലക്ഷം കോടി രൂപ ആണ് വിയറ്റ്നാമുമായിട്ടുള്ളത്. വളരെ വലുതാണല്ലോ അത്. ആ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. ഈ 0 എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്. പിന്നെ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വേറെ ലേബലൊട്ടിച്ച് മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നൊക്കെ ഒട്ടിച്ച്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണല്ലോ, ഒട്ടിച്ച് അമേരിക്കയ്ക്ക് അയക്കുന്ന തട്ടിപ്പാണ് വിയറ്റ്നാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമേരിക്കയുടെ ഉപദേഷ്ടാവ്, ട്രേഡ് കൗൺസിലർ നവാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഒഴിച്ചുള്ള അയൽ രാജ്യങ്ങൾക്കെല്ലാം കൂട്ടിവെച്ചിരിക്കുന്നത് ചൈനയെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ചൈനയ്ക്ക് പണിയെടുക്കുകയാണ് ആത്യന്തികമായി അമേരിക്ക ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൈനയിൽ നിന്ന് വില കുറഞ്ഞ ഉൽപ്പന്നം മേടിച്ചിട്ട് വേറെ മറ്റേ ലേബൽ ഒട്ടിച്ച് അയക്കുന്ന പരിപാടി. അപ്പോൾ ചൈനയ്ക്ക് തീരുവ കൂടുതൽ, ഇനിയും ഇപ്പോൾ 50% കൂടി ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചൈനയുടെ മറ്റേ എതിർ തീരുവ വരുമ്പോൾ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. അതെ, അത് പറഞ്ഞിരുന്നു. അതിനും പുറമെ മറ്റേ ചൈന തീരുവ കൂട്ടിയാൽ 50% കൂടി കൂട്ടും എന്നൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ചൈന കൂട്ടിയാൽ തിരിച്ച് 50% കൂടി കൂട്ടും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് നിൽക്കക്കള്ളിയിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പിന്നെയും അഡ്വാൻറ്റേജ് ആണ് വിയറ്റ്നാമിൻ്റെ 0 കുറയ്ക്കൽ. തായ്വാനും പറഞ്ഞിരുന്നു 0 എന്ന് പറയുന്നത്. പിന്നെ തായ്വാൻ ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ ഒരു കോമ്പറ്റീറ്റർ അല്ലല്ലോ, ഈ ചിപ്പിൻ്റെ കാര്യത്തിലും സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിലും ഒന്നും. അപ്പോൾ ഈ 26% ചുമത്തിയപ്പോൾ വിയറ്റ്നാമിന് 46% ചുമത്തിയിരിക്കുന്നത്, ചൈനയ്ക്ക് 34%. അത് 50 കൂടി കൂട്ടുന്നതാണ് പറഞ്ഞത്. ചൈനയും വിയറ്റ്നാമുമാണ് അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ കയറ്റുമതി രാജ്യങ്ങൾ. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യക്ക് മത്സരം തരുന്നവരുമാണ് ആ 2 രാജ്യങ്ങളും, വിയറ്റ്നാമും ചൈനയും. അപ്പോൾ തായ്ലൻഡ് 36%, ഇന്തോനേഷ്യ 32%. ഈ തായ്ലൻഡിനും ഇന്തോനേഷ്യക്കും ചൈനയിൽ നിന്ന് നിക്ഷേപമുണ്ട്. അപ്പോൾ ചൈനയുടെ ഉപഗ്രഹ രാജ്യങ്ങളാണ് അവയും എന്ന് വേണം കരുതാൻ. പിന്നെ ചൈനയുടെ സപ്ലൈ ചെയിനിൽ പെട്ടതാണ് ഇന്തോനേഷ്യയും തായ്ലൻഡും. കംബോഡിയ 49%, ശ്രീലങ്ക 44%, പാകിസ്ഥാൻ 29%. ഇങ്ങനെയാണ് അമേരിക്ക ചുമത്തിയത്.
ജപ്പാൻ 24, സൗത്ത് കൊറിയ 25, മലേഷ്യ 24, യൂറോപ്യൻ യൂണിയൻ 20, UK 10, തായ്വാന് 32%. അത് പ്രധാനപ്പെട്ട കീ ചിപ്പ്. പക്ഷേ ഈ ചിപ്പിനുണ്ടല്ലോ, അതിന് തീരുവയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണത്, സെമി കണ്ടക്ടർ ചിപ്പ് എന്ന് പറയുന്നത്. അതിൽ തീരുവ കൂട്ടിയാലും കുറച്ചാലും അത് ആ സാധനത്തിന് കാര്യമില്ല. ചിപ്പും സെമി കണ്ടക്ടറും ഈ ഉൽപ്പന്നങ്ങളിൽ കൂട്ടേണ്ടതില്ല, അതിന് തീരുവ ബാധകമല്ല. അപ്പോൾ ഏപ്രിൽ 5 മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം വന്നപ്പോൾ GTRIയുടെ പഴയ മേധാവി അജയ് ശ്രീവാസ്തവ പറഞ്ഞിരുന്നു ഇത് ഇന്ത്യക്ക് ഗുണമാണ്. ചൈന, വിയറ്റ്നാം, തായ്വാൻ, തായ്ലൻഡ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്ക് മേൽ വലിയ ഗുണമാണ്. കാരണം അവയ്ക്കൊക്കെ തീരുവ കൂടുതലാണല്ലോ അമേരിക്കയുടെ. അപ്പോൾ ഇന്ത്യക്ക് അവയ്ക്ക് മേൽ കൂടുതൽ അവസരം കിട്ടും. ആഗോള വാണിജ്യം, നിർമ്മാണ മേഖല ഇതൊക്കെ ശക്തിപ്പെടും. ഇന്ത്യക്ക് 26 ആകുമ്പോൾ ചൈന 54, വിയറ്റ്നാം 46, ബംഗ്ലാദേശ് 37, തായ്ലൻഡ് 36. അപ്പോൾ കീ സെക്ടേഴ്സിലൊക്കെ ഇന്ത്യക്ക് ഗുണമാണെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് തുണി, വസ്ത്രം. ചൈനയും ബംഗ്ലാദേശുമാണ് ആ കാര്യങ്ങൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവയ്ക്ക് തീരുവ വന്നല്ലോ. അപ്പോൾ വിപണി പങ്കാളിത്തം മാത്രമല്ല, റീലൊക്കേഷൻ ഉണ്ടല്ലോ, കമ്പനികൾ ഇന്ത്യയിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഗതി ആണ് വരാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പീറ്റർ സവാരോ, ട്രേഡ് കൗൺസിലർ, മറ്റേ ഉപദേഷ്ടാവ് ട്രംപിൻ്റെ, ഈ വിയറ്റ്നാമിൻ്റെ പൂജ്യമാക്കാമെന്ന് പറഞ്ഞത് നിരസിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നു. അപ്പോൾ 46% തന്നെ നിലനിൽക്കാൻ പോവുകയാണ് വിയറ്റ്നാമിൻ്റെ മുകളിൽ. അപ്പോൾ ഇന്ത്യക്കൊരു പണി ചിലപ്പോൾ ചൈന പറഞ്ഞിട്ട് കൂടിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നത്. കാരണം വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ തോ ലാൻ, വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി, ട്രംപിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ 0 പറയുന്നതിന് മുമ്പേ. അപ്പോൾ കച്ചവട കമ്മി എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാഷണൽ എമർജൻസിയാണ്. കച്ചവട കമ്മിയും പല രാജ്യങ്ങളുമായിട്ടുള്ള കുറയ്ക്കുക, അതാണ് ദേശീയ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കമ്മിയുടെ കാര്യത്തിലുള്ള, അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്ന കാര്യത്തിൽ വിയറ്റ്നാം ചർച്ച നടത്തിയാൽ മതി. വിയറ്റ്നാം അമേരിക്കയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 46% താരിഫ് അമേരിക്കയെ കൊണ്ട് കുറച്ച് കാലത്തേക്ക് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിയറ്റ്നാമിൻ്റെ തന്ത്രമാണ് ഈ 0 പറയുന്നത്. അതാണ് അമേരിക്ക പറയുന്നത്. ആ തന്ത്രം വിലപ്പോകുന്നില്ല. വിയറ്റ്നാമിൽ ചുമത്തുന്നത് ഈ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് 90% വിയറ്റ്നാം ചുമത്തുന്നത്. ഇന്ത്യയെ പറ്റിയും അതാണല്ലോ ആരോപണം, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ഏരിയയിലുമൊക്കെ. അപ്പോൾ വിയറ്റ്നാം പറഞ്ഞു കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വാങ്ങാം അമേരിക്കയിൽ നിന്ന്, നിക്ഷേപം കൂട്ടാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിപ്പ് കുറേ വിയറ്റ്നാമിൽ നിന്ന് അങ്ങോട്ട് വാങ്ങുന്നുണ്ട് അമേരിക്ക. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 0 ആക്കിയാലും, ഈ സവാരോ പറഞ്ഞു, 0 ആക്കിയാലും $120 ബില്യൺ കമ്മി ഉണ്ടാവും വിയറ്റ്നാമിന്. 120 ബില്യൺ എന്ന് പറയുമ്പോൾ ഹ്യൂജ് അല്ലേ. 10 ലക്ഷം കോടി വരുന്നുണ്ട് വിയറ്റ്നാം അമേരിക്ക കച്ചവടത്തിലുള്ള കമ്മി. അത് മറ്റേ അവിടെ നിന്നുള്ള കയറ്റുമതി കൂടുകയും ഇല്ലേ, അമേരിക്ക അങ്ങോട്ടുള്ള കയറ്റുമതി കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ കമ്മി വരുന്നത്. അപ്പോൾ 2024 13.1 ബില്യൺ കയറ്റുമതി മറ്റേ വിയറ്റ്നാമിൽ നിന്ന്. ഇമ്പോർട്ട് എന്ന് പറയുന്നത് 136.6 ബില്യൺ. അങ്ങനെയാണ് 123.5 ബില്യണിൻ്റെ കമ്മി വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ കണക്ക്. 50 രാജ്യങ്ങൾ ഇതുവരെ അമേരിക്കയെ മറ്റേ
ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വിളിച്ചതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ താരിഫ് നിയന്ത്രണമായിട്ട് ബന്ധപ്പെട്ട് കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയും ഇന്തോനേഷ്യയും ഈ എതിർത്തീരുവ അമേരിക്കക്കെതിരെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച രാജ്യങ്ങളാണ്. അമേരിക്കയുടെ രീതിയിൽ പൊക്കോട്ടെ. കാരണം ഇന്ത്യ ഇത് കുറയ്ക്കും, ചില ഉൽപ്പന്നങ്ങളിൽ, ക്ഷീര ഉൽപ്പന്നങ്ങളിലൊന്നും കുറയ്ക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ചില ഉൽപ്പന്നങ്ങളിൽ നമ്മൾ കുറയ്ക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഭക്ഷ്യ എണ്ണ പോലെയുള്ള സാധനങ്ങളിലൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ചർച്ച നടന്നു വരികയാണ്. അത് ട്രംപിന് അതിൻ്റെ ഉറപ്പും കൊടുത്തിട്ടുണ്ട്. തായ്വാനും 0 ഓഫർ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സെമി കണ്ടക്ടർ ചിപ്പ് അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തീരുവയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ വിയറ്റ്നാം പല കാര്യങ്ങളിലും തീരുവ കുറച്ചിട്ടുണ്ട്. ഈ 46% ചുമത്തിയപ്പോൾ കാർഷികോൽപ്പന്നങ്ങളും മറ്റും വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട്. വിയറ്റ്നാമിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് അമേരിക്ക. അതാണ് പോകുന്നത്. ഇന്ത്യയുമായിട്ടാണ് ആ മത്സരം വരാൻ പോകുന്നത്. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. ചൈനയുമായിട്ടുള്ള ശീതസമരത്തിൽ അമേരിക്കയുടെ നിർമ്മാണ ഹബ്ബായിട്ട് വിയറ്റ്നാം മാറിയിട്ടുണ്ട്. കുറേ സംഗതികൾ ചീപ്പായിട്ട് അവിടെ കമ്പനികൾ ചെന്നിട്ടൊരു നിർമ്മാണ ഹബ്ബായിട്ട് വിയറ്റ്നാം മാറിയിട്ടുണ്ട്. തായ്വാന് 32%. തായ്വാൻ്റെ പ്രസിഡന്റ് ലായ് ചിങ് ട്രംപൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ചിപ്പ് ഫാക്ടറികളിൽ $100 ബില്യൺ നിക്ഷേപിക്കാം എന്ന് തായ്വാൻ പറഞ്ഞിട്ടുണ്ട്. $100 ബില്യൺ നിക്ഷേപിക്കാം. തായ്വാന് പക്ഷേ ഈ കമ്മിയുടെ പ്രശ്നമില്ല. ട്രേഡ് സർപ്ലസാണ് തായ്വാനുമായിട്ട് അധികമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തായ്വാൻ്റെത് നമ്മൾ കണക്കിലെടുക്കേണ്ടതേ ഇല്ല. 0 ആക്കിയാലും അത് ഇന്ത്യക്ക് കോമ്പറ്റീഷൻ ഇല്ല. അമേരിക്കൻ ഊർജ പദ്ധതികളിലും നിക്ഷേപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തായ്വാനിലെ സെമി കണ്ടക്ടർ ഭീമൻ TSMC ആ കമ്പനിയാണ് 100 കോടി കൂടി അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആപ്പിൾ, എൻവിഡിയ, ക്വാൽകോം ഈ സെമി കണ്ടക്ടർ കമ്പനികൾക്കൊന്നും അമേരിക്കയിൽ താരിഫില്ല. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്, അതിനില്ല. ഇന്തോനേഷ്യ 32%. ഇന്ത്യ താമസിയാതെ തീരുവ പലതും കുറച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് കരാറിൽ ഏർപ്പെടും. അപ്പോൾ താരിഫിൽ നിന്ന് രക്ഷ നേടാനായിട്ട് വിയറ്റ്നാമിനെ ചൈന ഉപയോഗിക്കുകയാണ്. അതാണ് അമേരിക്കയുടെ ആരോപണം. അപ്പോൾ വാറ്റ് ഉണ്ട് വിയറ്റ്നാമിൽ. അപ്പോൾ അതെങ്ങനെയായാലും ഇന്ന് തീരുവ കുറച്ചാലും വാറ്റ് നിലനിൽക്കുമല്ലോ, 0 ആക്കിയാലും. പിന്നെ എക്സ്പോർട്ട് സബ്സിഡി, കറൻസി മാനിപ്പുലേഷൻ, ടെക്നോളജി തട്ടിപ്പുകൾ, പിന്നെ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തൽ. അത് ഈ കാർഷികോൽപ്പന്നങ്ങളിൽ ആവശ്യമുണ്ട്, മറ്റേതുണ്ട്, ജനിതക മാറ്റം വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നിരോധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. വിയറ്റ്നാമും ഇന്ത്യക്കെതിരെയും ഇങ്ങനൊരു ആരോപണം. അമേരിക്ക ജനിതക മാറ്റമൊന്നല്ല, കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറെ ന്യായങ്ങൾ നിരത്താറുണ്ടെന്ന് അമേരിക്ക ഈ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്ന് പീയൂഷ് ഗോയലുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ചയിലും പറഞ്ഞിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ വിയറ്റ്നാം നമുക്ക് തരാൻ വെച്ച പണി എന്തായാലും ട്രംപ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞ പാടെ വിപണിയിൽ വീണ്ടും ഉണർവ് വന്നു. ഇന്നലെ 3000 എന്നൊക്കെ ഉള്ളത് രാവിലെ തന്നെ 1000 ഒക്കെ കയറ്റത്തിലാണ് തുടങ്ങിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.